നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് നിർത്തിയോടത്തു നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് കേട്ടോ. ഫസ്ലുൻ ഇനിത്തഹദ നൗഉൽ മാഷിയത്തി. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഈ നമ്മളെ മാഷിയത്തിൽ നിന്ന് സക്കാത്തിൻ്റെ ഏതൊക്കെ ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇഖ്റാജിൻ്റെ രൂപങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ആടുണ്ടെങ്കിൽ പശു കൊടുക്കുക, ആടുണ്ടെങ്കിൽ കുറ്റിനാട് കൊടുക്കാൻ പറ്റുമോ, അതുമാതിരി തന്നെ നെയ്യാടുണ്ടെങ്കിൽ കോലാട് കൊടുക്കാൻ പറ്റുമോ, അതുപോലെ കാളനെ 10-30 കാളാണ് അവൻ്റെ അടുത്തുള്ളത്, അവിടെ പശു കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ പറയുന്നത് കേട്ടോ. അതാണ് ഫസ്ലു നിനിത്താത നൗൽ മാഷിയെത്തി. നമ്മൾ കൊടുക്കുന്ന ആടുമാട് ഒട്ടകങ്ങളുടെ നവ് ഒരേപോലെയാണെങ്കിൽ കാനത്ത് ഇബ്ലു കുല്ലുഹ അർഹബിയത്തൻ, അവൻ്റെ ഒട്ടകങ്ങൾ മുഴുവൻ എന്തായി അർഹബിയ. അപ്പോൾ ഓരോ ഇനങ്ങളാണ് അർഹബിയ, മഹരിയ, പിന്നെ ബക്കറത്തിൽ പശുവിൽ ബക്കറു കുല്ലുക, ജവാമീസ് ഔ ഇറാബ്, ഔ ഒനമു കുല്ലോ ഇനി മാസ്. ഇതൊക്കെ ഓരോ ഇനത്തിലുള്ള ഒട്ടകത്തിലുള്ള ഓരോ ഇനങ്ങളാണ്. മറ്റേത് പശുവിലുള്ള ഓരോ ഇനങ്ങളാണ്. മറ്റേത് ആടിലുള്ള ഇപ്പോൾ നെയ്യാട് കോലാട് നമുക്ക് അറിയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഹദൽ ഫർദ മിന്നു, ആ ഇനത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, അവൻ്റെ ആ സക്കാത്ത് കൊടുക്കണ ആ ഇത് എടുക്കണം, ആ മാടിനെ അല്ലെങ്കിൽ അതിനെടുക്കണം. ഹാദാ ഹുവൽ അസ്ലു, ഇതാണ് അതിൻ്റെ അസ്ല്. ഇനി ഫലു അഹദ അൻ ലൊഇൻ മഅസൻ ഔ അക്സു, ഇനി ലൊഇന് പകരം എന്താണ് മറ്റേതെടുത്ത് മഅസിനെടുത്ത് നെയ്യാടാണ് അവൻ്റെ അടുത്തുള്ളത്, എന്നിട്ട് അവൻ കൊടുക്കുന്ന സമയത്ത് അവൻ എടുത്തത് കോലാടിനാണ്, അല്ലെങ്കിൽ കോലാടാണ് അവൻ്റെ അടുത്തുള്ളത്, അവൻ കൊടുക്കുന്ന സമയത്ത് എടുത്തത് നെയ്യാടിനാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ജാസ, അത് ചെയ്യുന്നത് ജായിസാണ്. ഫിൽ അസഹിബി ഷർത്തി ആയതിൽ ഖീമത്തി, അവിടെ എന്ത് ചെയ്യണം, വിലയും കൂടി പരിഗണിക്കണം എന്നുള്ളവർക്ക്. ദുസാവ്യ സനിയത്തുൽ മാസിഫിൽ ഖീമത്തി ജദാത്തുല്ലോനി വാക്സോ, അതായത് ഇവിടെ രണ്ട് സ്ഥലത്തും കൊടുക്കുന്ന സംഗതിയുടെ വില ഒരേപോലെയാകണം എന്നുള്ളത്. വഹാദ നദറ ഇല ഇത്തിഫാഖുൻ ജിൻസി, ഇത് എന്താണ് ഇങ്ങനെ പറ്റുമെന്ന് പറയാൻ കാരണം നോക്കിയിട്ടാണ് അതിൻ്റെ ജിൻസൊക്കെ ഒന്ന് തന്നെയാണല്ലോ എന്നുള്ളത്. വഹാദ, ഈ അഭിപ്രായത്തിൻ്റെ ആൾക്കാർ നദറ അവർ നോക്കിയത് ഇല ഇത്തിഫാക്കിൽ ജിൻസി, ഇവിടെ കൊടുക്കുന്നതൊക്കെ എന്താണ് ജിൻസ് നൗ ഒക്കെ ഒരു നോക്കിയില്ല, ജിൻസൊക്കെ ഒന്ന് തന്നെയാണല്ലോ, അപ്പോൾ ഒന്നിന് പകരം മറ്റൊന്ന് കൊടുക്കുക. പക്ഷെ അവിടെ കീമത്ത് ഒക്കെ ഒന്നായാൽ മതി, അതായത് നെയ്യാടിൻ്റെ അതേ വിലയാൽ മതി കോലാട് എന്നുള്ള ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ മുക്കാബിലു നവറയിൽ ഇഖ്തിലാഫിൻ നൗഇ, എന്നാൽ ഈ എന്താണ് ഇത് പറ്റൂല, അവിടെ അസഹ് പ്രകാരം ജാസഫിൽ അസഹി എന്ന് പറഞ്ഞത്. അപ്പോൾ അസഹിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവില്ല, അവർ പറഞ്ഞ എന്താ നൗവ് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ മുക്കാബിലിൻ്റെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു. വസാലിത്ത്, ഇനി ഒരു മൂന്നാമതൊരു അഭിപ്രായം ഉണ്ട്, യജൂസ് അഹദുല്ലോ ഇനി അനിൽ മാസിന് കോലാടിന് പകരം എന്ത് ചെയ്യാം, നെയ്യാടിന് എടുക്കാം. കാരണം തലിയാനോ അഷറഫിനോ, ഈ കോലാടിനെക്കാട്ടി ഒന്നും കൂടി ഷറഫുള്ള സാധനമാണല്ലോ നെയ്യാട് എന്നുള്ളത്. ബിഖിലാഫിൽ അക്കസി, പക്ഷെ എന്ത് പറ്റൂല, നെയ്യാടിൻ്റെ പകരം തന്നെ നെയ്യാടിനെ കൊടുക്കേണ്ട സ്ഥലത്ത് എന്ത് പറ്റൂല, കോലാട് പറ്റൂല. വഖൗലുഹും ഫി തൗജീൽ അവലി കൽമഹരിയത്തി മഅൽ അർഹബിയത്തി യദുല്ലു അലാ ജവാസി അഖദി ഇഹ്ദാഹുമാ അനിൽ ഉഖ്റ. അപ്പോൾ അതിൻ്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അവസാനം പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇനി വേറെ വിഷയം പറഞ്ഞത് കൗലവും അവരുടെ കൗലിഫി തൗജീൽ അവലി, ഒന്നാമത്തേന് നമ്മൾ എന്ത് ചെയ്ത് തൗജീ പറഞ്ഞു, കൽ മഹരിയത്തി മഅൽ അർഹബിയത്തി യദുല്ലു അലാ ജവാസി അഖദി ഇഹ്ദാഹുമാ അനിൽ ഉഖ്റ ജസ്മൻ ഹൈസു തസാവയ ഫിൽ കീമത്തി. പിന്നെ അപ്പോൾ കൗലൂഫി തൗജീൽ അവലി, ഒന്നാമത്തെ അഭിപ്രായം എന്താ പറഞ്ഞത്, നമ്മൾ മാശയത്തിൻ്റെ നോവൊക്കെ ഒന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില പരിഗണിച്ചിട്ട് എടുക്കാം എന്നല്ലേ. അപ്പോൾ അവിടെ കൽ മഹരിയത്തി മാൽ അർഹബിയത്തി എന്ന് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ അഭിപ്രായത്തിൻ്റെ ആൾക്കാർ അത് പറയുമ്പോൾ ഇവിടെ പറയില്ല, പക്ഷെ അവർ ആ അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കുക യദുല്ലു അല ജവാസി അഹദി ഇഹ്ദാഹുമ അനിൽ ഉഖ്റ, ഒന്നിനു പകരം ഒന്നെടുക്കാം എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജസ്മൻ ഹൈസു തസാവയ ഫിൽ കീമത്തിൽ രണ്ടും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ. ഇനി മഅലൂമുൻ അന്ന ഖീമത്തുൽ ജവാമീസി ദൂന ഖീമത്തിൽ ഇറാബി ഫലാ യജൂസു അഖ്ദുഹ അനിൽ ഇറാബി. പിന്നെ ഈ ജാമൂസിൻ്റെത്
ജവാമീസിൻ്റെത് ഇറാബ് എന്നുള്ള ഐറ്റത്തിനെക്കാട്ടി വില കുറവാണെന്ന് എല്ലാവർക്കും അറിയണതാണല്ലോ. അങ്ങനെയാകുമ്പോൾ അതെന്ത് അത് പറ്റൂല എന്ന് പറയാൻ കാരണം അത് അറിയണോണ്ട് വില ഒരേമാതിരി ആവില്ല എല്ലാവർക്കും അറിയാം. പോലെ ഒന്നിന് പകരം മറ്റൊന്ന് എടുക്കാൻ പാടില്ല. ബിഹിലാഫിൽ അക്കസി എന്നാലും അതിൻ്റെ അക്കസ് പറ്റും. അതായത് ജവാമീസിന് പകരം ജാമൂസിൻ്റെ വില കുറവാണ്. അപ്പോൾ ജാമൂസിന് പകരം എന്ത് ഇറാബ് എന്ത് കൊടുക്കുക. എന്നാൽ ഇറാബിന് പകരം ജാമൂസ് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, ഈ സംഗതി അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതൊക്കെ കാരണം എല്ലാവർക്കും അറിയണോണ്ടാണ്. ഇനി വല ജുബ്രാനഫി സക്കാത്തിൽ ബക്കരി വൽ വനമിൽ യദമി ഉറൂദി ഫീമ. പിന്നെ നമ്മളിപ്പോൾ ഒട്ടകത്തിന്റെ സക്കാത്തിൽ എന്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ? ജുബ്രാനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പൊ പശുവിന്റെയോ ആടിന്റെയോ സക്കാത്തിൽ അങ്ങനെ ഒരു ഓപ്ഷന് ഇല്ല, അതങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇനി ഓൻ്റെ അടുത്തുള്ള ഇതൊക്കെ വ്യത്യസ്ത ഇനങ്ങളാണ്. അതായത് കുറച്ച് എണ്ണം ലോയിനാണ്, മറ്റൊന്ന് മായസാണ്. പിന്നെ ലോ അർഹബിയത്തും മഹരിയത്തും മിനൽ ഇബിലി. ഇബിലാകുമ്പോൾ അർഹബിയത്ത് മഹരിയത്തിന് 2 ഇനങ്ങളാണ്. അല്ലെങ്കിൽ ഇറാബ് ജവാമീസ് ബക്കർ. അപ്പോൾ ബക്കറിന്റെ 2 ഇനങ്ങളാണ് നേരത്തെ പറഞ്ഞു. ഫഫി കൗലി യൂഖദ് മിനൽ അക്സരി. അപ്പോൾ ഒരു കൗല് പ്രകാരം അത് ഏറ്റവും കൂടുതൽ ഏതാണോ ഉള്ളത് അതിനാണ് കൊടുക്കേണ്ടത്. ഫൈനിസ്തവയ രണ്ടും സമമാണെങ്കിൽ ഫൽ അഹ്ബത്തുലിൽ ഫുഖറായി. ഫക്കീർമാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണോ അതുപോലെ കൊടുക്കുക. വക്കീല യതഖയ്യറുൽ മാലിക്കു. അവിടെ മൂന്നാമതൊരു എന്താ വെച്ചാല് മാലിക്കിന് അവിടെ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാവുന്ന വല്ല അദ്ഹറു. എന്നാൽ അവിടെ ഉള്ള അദ്ഹർ എന്താ വെച്ചാൽ യുഹ്റിജു മാഷാ യുഹ്റിജു അവന് പുറപ്പെടുവിക്കണം മാഷാ മുഖസത്തൻ അലീമ ബിൽ കീമത്തി. അവനക്ക് ഉദ്ദേശിച്ചത് കൊടുക്കുക, പക്ഷെ അതിൽ കിസ്താക്കി വെക്കണം കീമത്തിൽ. അതായത് ഫൈദ കാന കിസ്താക്കി വെക്കണ ഓരോ വില കണക്കാക്കി വെക്കണം എന്നർത്ഥം. ഫൈദ കാനായി വജത് സലാസൂൻ അൻസൻ. അതായത് അൻസ്, അതായത് കോലാടിന്റെ പെണ്ണിനാണ് അൻസ് എന്നറിയാം, മുൻസൽ മാസി. അപ്പോൾ അവൻ്റെ അടുത്തുള്ളത് 30 കോലാടും പിന്നെ ആഷുർ നൈജാത്തിൻ, അതേമാതിരി തന്നെ നെയ്യാട് പെണ്ണ് അതുമാണുള്ളത് 10 എണ്ണം. അപ്പോൾ ടോട്ടൽ 40 എണ്ണമായല്ലോ. അങ്ങനെയാണെങ്കിൽ അഹദ അൻസൻ ഔ നൈജത്തൻ ബി കീമത്തി സലാസത്തി അർബാഇ അൻസിൻ റുബി നൈജത്തിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്ത് ചെയ്യുക, അൻസിനെയോ നൈജത്തിനെയോ ഏതെങ്കിലും ഒന്നിനെ കൊടുക്കുക. പക്ഷെ അതിൻ്റെ കീമത്ത് നിന്ന് പരിഗണിക്കണം. എങ്ങനെ വെച്ചാൽ അതിൻ്റെ കോലാടിൻ്റെ കീമത്തി സലാസത്തി അർബായി അൻസിൻ. കോലാട് 30 എണ്ണമുള്ളത്. അപ്പോൾ 3/4 ഭാഗം കോലാടിൻ്റെ വിലയും അതുപോലെ തന്നെ ഒരു നെയ്യാടിൻ്റെ 1/4 വിലയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു വില ഉള്ള ഒരു ആടിനെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് കണക്ക് ചെയ്ത് നോക്കല്ലേ. അതായത് ഇപ്പോൾ ഒരു 100 രൂപയാണ്, 100 രൂപ ആയിക്കോട്ടെ, 1000 രൂപ. 1000 രൂപയാണ് ഒരു ആടിൻ്റെ വില. ഏതാടിൻ്റെ വില? ഒരു നെയ്യാടിൻ്റെ വില. എന്നാൽ പിന്നെ മറ്റേ ആടിൻ്റെ വില എത്ര വെച്ചാൽ ഒരു 2000 രൂപ. അപ്പോൾ 1000 രൂപയുടെ വില കൂടുതലുണ്ടാവില്ല. ഇതിനാണ് വില കൂടുതലുണ്ടാവില്ല നെയ്യാട്. അപ്പോൾ 2000 രൂപ നെയ്യാട് ആയിക്കോട്ടെ, 1000 രൂപ കോലാട്. ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു റേറ്റ് അതാണ് കേട്ടോ. ഇനി നോക്കി നമ്മൾ ഇപ്പം എന്താ കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ 1000 രൂപയാണ് നമ്മൾ എന്ത് പറഞ്ഞത് നെയ്യാണ്. അപ്പം 750 റുപ്യൻ്റെ 750 റുപ്യാണ് ഈ 1000 രൂപൻ്റെ 3/4 ഭാഗം അല്ലേ. സലാസത്ത് അർബാ അൻസ് കോലാടിൻ്റെ 3/4 ഭാഗം അതാണ്. പിന്നെ റുബു നായജത്താണ് നെയ്യാടിന് നല്ല വില ഉണ്ടാവും. അതിന് റുബ് 4 എത്ര പ്ലസ് 500. അപ്പോൾ ഒരു 1250 റുപ്യ ഉണ്ട്. 250 500 1250 റുപ്യ ആവുമല്ലോ. അപ്പോൾ 1250 റുപ്യൻ്റെ ഒരു കോലാടിനെ അല്ലെങ്കിൽ ഒരു നെയ്യാടിനെ ഏതെങ്കിലും ഒന്നിനെ കൊടുത്താൽ മതിയെന്ന്. അതാണ് കിസ്താക്കി വെക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒഫി അക്കസി സൂറത്തി ബി കീമത്തി സലാസത്തി അർബായി നാജത്തിൻ റുബി അൻസിൻ. ഇപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ, അതായത് 30 നെയ്യാടും 10 കോലാടും ആണെന്നുള്ളതെന്നുണ്ടെങ്കിൽ 3/4 ഭാഗം നെയ്യാടിൻ്റെ വിലയും 1/4 ഭാഗം കോലാടിൻ്റെ വിലയുമാണ് പരിഗണിക്കേണ്ടത്. അപ്പം അങ്ങനെ അതിനനുസരിച്ച് കണക്ക് കൂട്ടി കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ആ ഒരു വിലയുള്ള ആടിനെ കൊടുത്താൽ മതി. വാലൽ കൗലിൽ അവലി യോഹദു ഫി സൂറത്തുൽ ഊല സനിയത്തു മാസിൻ. ഇനി
ഒന്നാമത്തെ കോലം എന്താ പറഞ്ഞത്, ഭൂരിഭാഗം ഏതാണോ ഉള്ളത് അതിനെ എടുക്കണമെന്നില്ല, അക്സറെ എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കോല പ്രകാരം ഇപ്പൊ പറഞ്ഞ ഈ ഉദാഹരണത്തിൽ ഒന്നാമത്തേൽ എന്തെടുക്കുക, സനീയത്ത് മാസ് എടുക്കണം. അതായത് 2 വയസ്സുള്ള ഒരു കോലാടും എടുക്കണം. അഫി സാനിയത്തി എൻ്റെ ഓപ്പോസിറ്റ്, അതായത് 30 നെയ്യാടും 10 കോലാടുവാണെന്നുണ്ടെങ്കിൽ അതാണ് സാനിയത്ത്. അങ്ങനെയാണെങ്കിൽ ജദാത്ത് ലോൻ എടുക്കണം. അതായത് 1 വയസ്സുള്ള നെയ്യാടിനെ എടുക്കണം. വലു കാന മിനൽ ഇബിലി 25 15 റഹബിയത്തൻ വ 10 മഹരിയത്തൻ. അപ്പോൾ 25 ഒട്ടകങ്ങളിൽ 15 അർഹബിയത്താണ്, അതേമാതിരി തന്നെ 10 മഹരിയത്തുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഹദമിൻ വലൽ കൗലിൽ അവലി, ഒന്നാമത്തത് പ്രകാരം ബിന്ദു മഹാൽ അർഹബിയത്തിന് എടുക്കണം. രണ്ടാമത്തെ കൗല് പ്രകാരം ആലസാനി, രണ്ടാമത്തെ കൗല് പ്രകാരം ബിന്ദു മഹാല് അർഹബിയത്തും അതേമാതിരി തന്നെ തന്നെ എടുക്കേണ്ടത്. 25 ബിന്ദു മഹാലാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷെ ആലസാനിയുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഒന്നാമത്തെ കൗലില് അർഹബിയത്താണ് അവിടെ കൂടുതൽ 15 ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ കൗല് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഈ രണ്ടാമത്തെ കൗല് പ്രകാരം നോക്കി അതൊരു മുക്കസ്സത്തായിട്ടാണല്ലോ, കിസ്താക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നോക്കി വാലസാനി ബിന്ദു മഹാദ് അർഹബിയത്ത് തന്നെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മഹരിയത്ത് ഏകദേശം കൊടുക്കുക. പക്ഷെ കീമത്തിന്റെ വില നോക്കണം. കീമത്തി സലാസത്ത് അഹ്മാസ് അർഹബിയത്ത്, അർഹബിയത്തിന്റെ വിലന്റെ 5 3/5 ആകണം. അതുമാതിരി തന്നെ 2/5 മഹരിയത്തും ആകണം. അപ്പൊ 2/5 ഓഫ് മഹരിയത്തും അതേമാതിരി തന്നെ 3/5 ഓഫ് അർഹബിയത്തും കൂടി കൂട്ടിയ ഒരു വില കിട്ടും. ഇപ്പൊ നമ്മൾ നേരത്തെ ആടിന്റെ വില കണക്കാക്കിയ പോലെ അങ്ങനെ ഇതിന്റെ വില കണക്കാക്കാന്നർത്ഥം. എന്നിട്ട് ആ ഒരു വിലയിലുള്ള ഏതൊട്ടകവും കൊടുക്കുക. മഹരിയത്തോ അർഹബിയത്തോ ആകാന്നർത്ഥം. അതാണ് അൽഹർ പ്രകാരമുള്ള ഇത് കൊടുക്കനുസരിച്ച് നമ്മൾ കൊടുക്കല്. അതാണ് വയലസ്ഥാനിയാണ്. ഇവലോ കാനലോ മിനൽ ബക്കരിൽ ഇറാബി സലാസോൻ. ഇനി പശുവിന്റെ പറയാ, പശു 30 ഉള്ളത്. അപ്പോൾ അത് ഇറാബാണ്. പിന്നെ ഒമിനൽ ജവാമി ശാസർ, അതുമാതിരി തന്നെ ജാമൂസ് 10 ഉണ്ട്, ഇറാബ് ആണെങ്കിൽ 30 ഉണ്ട്. അങ്ങനെയെങ്കിൽ അഹദമിൻ അലൽ കൗലിൽ അവലി ഇറാബിന്ന്, ഒന്നാമത്തെ കൗല് പ്രകാരം ഇറാബിന്ന് ഒരു മുസിന്നത്തിന് 1 വയസ്സായതിനെ കൊടുക്കണം. വാലൽ സാനി രണ്ടാമത്തെ കൗല് പ്രകാരം, അതായത് മുക്കസ്സത്താക്കിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയെങ്കിൽ മുസിന്നത്തോ മിൻഹ ബി കീമത്തി സലാസത്തി അർബായി മുസിന്നത്തി മിൻഹ വറുബി ജാമൂസത്തിൻ. അപ്പോ മുസനത്ത് മിൻഹ എന്ന് പറഞ്ഞാല് അതിൽ നിന്നുള്ള ഇറാബിൽ നിന്നുള്ള ഇവിടെ ജാമൂസിന് കൊടുക്കാൻ പാടില്ല. പക്ഷെ മുസ്ലിനത്തില് അതായത് ജാമൂസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് മാലൂം എന്നാണ് നേരത്തെ പറഞ്ഞു. എന്താ വെച്ചാല് ജാമൂസിന്റെ വില എന്താണ് ഇവിടെ കുറവാണ്, ഇറാബിനെ വില കൂടുതൽ. അങ്ങനെ ആകുമ്പോ ഇവിടെ മുസിന്നത്ത് മിൻഹ ആ ഇറാബ് എന്നുള്ള ഇതിനെ കൊടുക്കണം. കീമത്ത് സലാസത്തി അർബായി മുസിന്നത്തിൻ, ഇതിന്റെ വില നോക്കണം. അത് 4 വില കുറയും. സാധാരണ ഫുൾ ഓപ്ഷൻ ഉള്ള ഫുള്ള് സെറ്റപ്പ് ഉള്ള ഒരു ഇറാബിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ റുബു ജാമൂസത്തിന്റെ ഭാഗം വില മതി. അതുപോലെ തന്നെ ബാക്കി 3/4 ഭാഗം മുസിന്നത്തിന്റെ വില മതി. മുസിന്നത്തിനല്ല ഇറാബിന്റെ വില. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 1000 റുപ്യാണ്. 1000 ഉണ്ടാവൂല, 1000 ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പറയാണ്, 10,000 ആയാലും കുഴപ്പമില്ല. അപ്പോൾ 10,000 രൂപയാണ് നമ്മളെ ജാമൂസിന്റെ വില. മറ്റേ 20,000 രൂപയാണ് ഇറാബിന്റെ വില എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 3/4 ഭാഗം എന്ന് പറഞ്ഞപ്പോൾ എത്രയായി? 15,000 റുപ്യ. 15,000 റുപ്യ എന്തിൻ്റെ? ഈ 15,000 പ്ലസ് പിന്നെ മറ്റേതിന്റെ ഭാഗം, അതായത് 15,000 മറ്റേത് 2,500. അപ്പോൾ 15,500 റുപ്യന്റെ ഇത് കൊടുത്താൽ മതി. അല്ലാതെ 20,000 റുപ്യ, 20,000 ഇല്ല, 20,000 അതല്ല നമ്മൾ പറഞ്ഞത്. 20,000 10,000 ആണ് ഇതിന്റെ വില എന്നുണ്ടെങ്കിൽ ഒരു 17,500 റുപ്യന്റെ ഒരു ഇറാബിനെ കൊടുത്താൽ മതി. അപ്പൊ ഇറാബ് ഫുൾ ഓപ്ഷൻ ഉള്ള ഇറാബിനോട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായത്തിലുള്ളത്. കാരണം അവൻ്റെ 10 ജാമൂസാണല്ലോ ഉള്ളത്. അപ്പൊ ആ ജാമൂസിന്റെ വിലയൊക്കെ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കണക്ക് കൂട്ടൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കണം. അത് വളരെ കുറച്ച് എടുക്കണുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.